ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ, അതായത് ഇപ്പോ നല്ല കാര്യങ്ങളും ഒരുപാടുണ്ട്. ഈ പറയുന്ന പോലെ ഒരു ഇത്തിരി ചീത്ത കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷവും സമാധാനവും തരുന്ന വ്യക്തികളോടുള്ള കൂടിക്കാഴ്ചകൾ, അത് ചിലപ്പോൾ കുടുംബമായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുടുംബം പോലെ വിചാരിച്ചിരിക്കുന്ന വ്യക്തികളായിരിക്കാം. അവരുടെ സംസാരങ്ങൾ നിങ്ങൾക്കൊരു എന്റർടൈൻമെന്റ്, ഒരു പോസിറ്റീവ് എനർജി, ഒരു സമാധാനം, ഒരു സന്തോഷം. നിങ്ങളുടെ മനസ്സ് എത്ര വിഷമിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു പോസിറ്റീവ് സംസാരം, ആ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിലോട്ട് നിങ്ങൾ പോലും അറിയാതെ വരുന്നു. മനസ്സ് നമ്മളെ ശരിയാകുമ്പോൾ തന്നെ ശരീരത്തെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് 3/4 ഭാഗവും മാറും. പക്ഷെ മനസ്സ് നമ്മളുടെ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ ശരീരം അതുപോലെ ബുദ്ധിമുട്ടിലോട്ടാവും, പല രീതിയിലുള്ള പല പരിപാടികളിലോട്ട് പോകും. പക്ഷെ ഇത് അങ്ങനത്തെ ഒരു നല്ല കാര്യങ്ങൾ, ഒരു മനസ്സറിഞ്ഞ ഒരു ചിരി, ഒരു സന്തോഷം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു പ്ലാൻ ചെയ്ത ട്രിപ്പല്ല, പ്ലാൻ ചെയ്യാതെ നിങ്ങൾ പോലും നനച്ചിരിക്കാതെ വരുന്ന ഒരു യാത്ര, ഒരു ട്രാവലിംഗ്. ഒന്നല്ലെങ്കിൽ നിങ്ങളെ കാണാൻ ആരെങ്കിലും വരുന്നതായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വീടുകളോ ബന്ധുക്കളുടെ വീടുകളോ, അതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഒരു ചെറിയ യാത്രയെങ്കിലും മനസ്സിന് അത് നല്ല കാര്യങ്ങളാണ്. നിങ്ങളുടെ മനസ്സിനും നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾക്കും ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്ര കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഉള്ളൊരു പരിപാടി എന്ന് പറയുന്നത് ഒരു മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതെടുക്കണോ, ഇതെടുക്കണോ, അങ്ങനെ തീരുമാനിക്കണോ, ഇങ്ങനെ തീരുമാനിക്കണോ? അത് ചിലപ്പോൾ റിലേഷൻഷിപ്പിന്റെ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ജോലിയുടെ കാര്യമായിരിക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഡിസിഷൻ, ഏതെങ്കിലും പർട്ടിക്കുലർ കാര്യത്തിൽ ഡിസിഷൻ എടുക്കേണ്ട കാര്യമായിരിക്കാം. ഞാൻ ഇവരുടെ വാക്ക് കേൾക്കണോ, അല്ലെങ്കിൽ അപ്പുറത്ത് അവരുടെ വാക്ക് കേൾക്കണോ, അല്ലെങ്കിൽ എൻ്റെ സ്വന്തം കാര്യത്തിലുള്ള തീരുമാനം ഞാൻ എടുക്കണോ, ഞാൻ എന്താണ് തീരുമാനിക്കേണ്ടത്? അതായത് നിങ്ങൾക്ക് തന്നെ ഒരു ഇതുപോലെ ഞാൻ അത് വേണോ, ഇതെടുക്കണോ, അതെടുക്കണോ, ഇതെടുക്കണോ. കുറച്ചു നേരം കഴിയുമ്പോൾ നിങ്ങളൊരു തീരുമാനം എടുക്കും. അത് കഴിയുമ്പോൾ ആ തീരുമാനം അത് വേണ്ട, അത് ശരിയാവൂല. ഞാൻ ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് ശരിയാവോ? അത് കഴിയുമ്പോൾ കുറച്ചു നേരം കഴിയുമ്പോൾ നിങ്ങൾ ആ തീരുമാനം മാറ്റും. പിന്നെ നിങ്ങൾ കൺഫ്യൂഷനാവും. അതെടുക്കണോ, ഇതെടുക്കണോ, ഇതാണോ ശരി, ഇവര് പറയുന്നതാണോ ശരി, അപ്പുറത്ത് പറയുന്നതാണോ ശരി, ഞാൻ പറയുന്നതാണോ ശരി, റിലേറ്റീവ്സ് പറയുന്നതാണോ ശരി, ഇനി ഞാൻ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴും നടക്കുന്നുണ്ടാകാം. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു പരിപാടി, ഒരു ചെറിയൊരു കൺഫ്യൂഷൻ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ എനിക്ക് അതിൻ്റെ അകത്ത് പറയാനുള്ളത്, നമ്മൾ എന്ത് തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിലും ടെമ്പററി ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് പൊതുവെ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. നമ്മൾ എപ്പോഴും ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിന്, ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി മാത്രം തീരുമാനങ്ങൾ എടുക്കുക. കാരണം ടെമ്പററി ആയിട്ടുള്ള പരിപാടിക്ക് പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ചെറിയൊരു തീരുമാനം കൊണ്ട് നമ്മൾ ജീവിതകാലം മുഴുവനും
ബുദ്ധിമുട്ടിൽ ആകേണ്ട സിറ്റുവേഷൻ നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കരുത്. അതുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒന്ന് നോക്കിയും കണ്ടൊക്കെ ഒന്ന് തീരുമാനിക്കുക. ഓക്കെ, അങ്ങനെയുള്ള ഒരു കാര്യം കാണിക്കുന്നുണ്ട്. ഒരു ഒന്നല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുന്നതാകാം. ഒന്നല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ഒരു കുഞ്ഞു സെലിബ്രേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് നല്ല നിങ്ങൾ എന്റർടൈൻമെന്റ് ആവുന്ന ഒരു സെലിബ്രേഷൻ ആണ്. ഒന്നല്ലാന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി നിങ്ങൾ പ്രിപ്പയർഡ് ആവുന്നതാവാം. ചിലപ്പോൾ ആ സെലിബ്രേഷൻ കുറച്ച് നാൾ കഴിഞ്ഞിട്ടായിരിക്കുമെങ്കിലും അതിനു വേണ്ടി നിങ്ങളുടെ ഒരു അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. ഇപ്പൊ നമുക്കറിയാവുന്ന ആരുടെയെങ്കിലും, നമുക്ക് അത്ര ഇഷ്ടപ്പെട്ട ആരുടെയെങ്കിലും ഒരു മാരേജ് ഫംഗ്ഷനോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളോ ഒരു പരിപാടികളൊക്കെ വരുമ്പോൾ, ഇപ്പൊ ഓണത്തിനാണെന്നുണ്ടെങ്കിൽ എന്ത് പരിപാടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കരുതിക്കൂട്ടി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കൂലേ, പ്രിപ്പയർഡ് ആയൊക്കെ വെക്കൂലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാകാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ദൂരദേശ യാത്രക്ക് കുറച്ച് നാൾ കൂടി കഴിഞ്ഞിട്ടൊന്ന് ഒരു യാത്ര പോകണം എന്നൊക്കെ തീരുമാനിച്ചു വെക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ എനിക്ക് ഇന്ന സ്ഥലത്തൊന്ന് യാത്ര ചെയ്താൽ കൊള്ളാം, എനിക്ക് ഇന്ന ആളുകളുടെ കൂടെ യാത്ര പോയാൽ കൊള്ളാം, എനിക്ക് ആ സ്ഥലം കാണാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഇപ്പൊ നടക്കുവോ, അങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷനിലൊക്കെ, അതായത് ഇപ്പോഴല്ല നാളെയും മറ്റന്നാളും യാത്ര പോകുന്ന കാര്യമല്ല പറഞ്ഞത്, കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു വെക്കേഷൻ മൂഡ് പോലെ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ട്രിപ്പ് പോലെയൊക്കെ പോകാനുള്ള ഒരു പരിപാടികൾ കാണിക്കുന്നുണ്ട്. സ്നേഹിക്കാൻ അറിയാവുന്ന ആളുകളാണ്. സ്നേഹിക്കാൻ അതേ രീതിയിൽ അതേ നിങ്ങളുടെ വൈബിനൊത്തുള്ള അതേ പോലെയുള്ള ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കണം എന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ട്. നിങ്ങളുടെ വൈബിനൊത്തുള്ള കൊളീഗ്സ് ആയിരിക്കണം ഓഫീസിൽ, ബിസിനസ്സിൽ. പിന്നെ നിങ്ങളുടെ അതേ വൈബിലൊത്തുള്ള ആളുകളായിരിക്കണം നിങ്ങളോട് സംസാരിക്കാനൊക്കെ ആയിട്ട് നിൽക്കേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിൻ്റെ അകത്ത് ആഗ്രഹമുണ്ട്. ഇപ്പൊ നിങ്ങൾ സ്നേഹിക്കാൻ റെഡിയാണ്, പക്ഷെ നമുക്കൊരു വൈബ് ഉണ്ടാവുമല്ലോ, നമുക്ക് ആ ഒരു വൈബിനൊത്തല്ലേ നമ്മളിപ്പോ എന്താ പറയാ ഫ്രണ്ട്ഷിപ്പ് ആയിട്ടാണെങ്കിലും ഇപ്പൊ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലൊക്കെ സ്വീകരിക്കുള്ളൂ. ഇപ്പൊ ഒഫീഷ്യൽ ആയിട്ടുള്ള സ്ഥാപനങ്ങളിലാണെങ്കിലും റിലേറ്റീവ്സ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു വൈബിനൊത്ത ആളുകളുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി മെന്റലി മാനസികമായിട്ട് കുറച്ചും കൂടി ഫ്രീ ആണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ വേണം. അങ്ങനെയുള്ള ആളുകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനും അവരുടെ അടുത്ത് ഫുള്ളി കമ്മിറ്റഡ് ആയിട്ട് നിൽക്കും. അങ്ങനെയൊക്കെ നിങ്ങൾ ആലോചിച്ച് വെക്കുന്നുണ്ട്. പക്ഷേ ഒരു പർട്ടിക്കുലർ ഒരു കാര്യം, അതായത് അത് ചിലപ്പോൾ റിലേഷൻഷിപ്പ് ആയിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ജോലി സംബന്ധമായിട്ടുള്ള കാര്യമായിരിക്കാം. ഒരു പർട്ടിക്കുലർ കാര്യത്തിന് നിങ്ങൾ ഒന്നല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുനിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം, അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അതെന്താണ് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ, ഏതെങ്കിലും ഒരു വ്യക്തിയെ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജി. ഞാൻ എൻ്റെ എഫേർട്ട് മുഴുവനും ഇടാൻ ഞാൻ തയ്യാറാണ്, പക്ഷെ എനിക്ക് ഫ്യൂച്ചർ ഗ്രോത്ത് ഉണ്ടായിരിക്കണം, എൻ്റെ പ്രശ്നങ്ങളെല്ലാം തീരണം, എനിക്ക് അനുകൂലമാകണം, എനിക്ക് എന്താ പറയാ നല്ല നല്ല കാര്യങ്ങൾ നടക്കണം, ഞാൻ 100% എഫേർട്ട് ഇട്ട് മുമ്പോട്ട് പോകാൻ റെഡിയാണ്. പക്ഷെ ഞാൻ എന്ത് സ്നേഹിക്കുന്നു അതുപോലെ എന്നെയും തിരിച്ച് സ്നേഹിക്കണം. ഞാൻ എത്രത്തോളം എഫേർട്ട് ഇടുന്നു അതിൻ്റെ ഒരു 1/4 ഭാഗമെങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും എനിക്ക് വേണ്ടി എഫേർട്ട് ഇടണം. ഇടൂലേ? അങ്ങനെ എഫേർട്ട് ഉണ്ടാവുമോ? അങ്ങനെയൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിൽ ആലോചിച്ച് ചിന്തിച്ചൊക്കെ നിൽക്കുന്നു. ഏതെങ്കിലും ഒരു പ്രത്യേക ദേവാലയങ്ങളിൽ, ഏതെങ്കിലും ഒരു പ്രത്യേക ആരാധനാലയങ്ങളിൽ പോകാനുള്ള ഒരു എനർജി കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ്. ചില ആളുകൾക്ക് മടിയുണ്ട്, പക്ഷെ എന്നാലും പോകുന്ന എനർജി ഉണ്ട്. കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ തന്നെയാണ്. ജാതി ഭേദമന്യേ പോകുന്ന പല പരിപാടികളിലും നിങ്ങൾ അവിടെ പോകാനും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളിൽ ഉൾപ്പെടുത്തി അവിടെ നിന്ന് ഒരു എന്താ പറയാ ഒരു തുള്ളി വെള്ളമെങ്കിലും നിങ്ങൾ കുടിക്കാനുള്ള ഒരു പരിപാടി ആ ദേവാലയത്തിൽ നിന്നും അല്ലെങ്കിൽ ആ ആരാധനാലയത്തിൽ നിന്നും കുടിക്കാനുള്ള ഒരു കാര്യങ്ങൾ സെലിബ്രേഷൻ പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. നല്ല കാര്യങ്ങളാണ്, പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് അത്. എന്തെങ്കിലും കാര്യങ്ങൾ തുടക്കം കുറിക്കാൻ, ഇപ്പം എന്തെങ്കിലും പരിപാടികൾ തുടക്കം കുറിക്കാനായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ
അത് തുടക്കം കുറിക്കുക. പക്ഷെ എടുത്തോ പിടിച്ചോ എന്നും പറഞ്ഞ് ഒരു തീരുമാനം എടുക്കാതെ തുടക്കം കുറിക്കരുത്. അതിൽ പൂർണ്ണമായിട്ടും അതിൻ്റെ അകത്ത് അറിവ് നേടിയിട്ട് അതിൻ്റെ അകത്ത് പൂർണ്ണമായിട്ടും എത്രത്തോളം എനിക്ക് അതിൻ്റെ അകത്ത് അറിവുണ്ട് എന്ന് മാത്രം സ്വന്തമായിട്ട് ചിന്തിച്ചിട്ട് അതിന് തുടക്കം കുറിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ അതിൽ മുന്നോട്ട് പോവുക. കാരണം മുറിയറിവ് വെച്ച് പല കാര്യങ്ങളും തുടക്കം കുറിക്കരുത്. അത് നിങ്ങൾക്ക് തന്നെ അതൊരു കോടാലിയാവുന്ന ഒരു പരിപാടിയാവും. മനസ്സിലായോ? ചിലപ്പോൾ അത് ബിസിനസ് ആയിരിക്കാം, വേറെ ഏതെങ്കിലും സംരംഭങ്ങളായിരിക്കാം, എന്തെങ്കിലും പരിപാടികളായിരിക്കാം. അപ്പൊ അതൊന്ന് അതിനെപ്പറ്റി ഒന്ന് വിശദമായിട്ടൊന്ന് എന്താ പറയാ, ശങ്കരാടി പറഞ്ഞ പോലെ നമുക്കൊരു താത്വിക അവലോകനമാണ് വേണ്ടത്. അപ്പൊ നിങ്ങൾ ആ ഒരു പരിപാടി ചെയ്യുക, ആ താത്വിക അവലോകനം ചെയ്യുക. എന്നിട്ട് നിങ്ങൾ തുടക്കം കുറിക്കുക, അതിന്റെ പരിപാടികളൊക്കെ ചെയ്യുക. ഓക്കെ, ആ പരിപാടികളൊക്കെ അല്ലാന്നുണ്ടെങ്കിൽ ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളണ പോലെയാകും. ഓക്കെ, നമുക്ക് ഏഞ്ചൽ മെസ്സേജ് നോക്കാം. ക്ലിയർ യുവർ എനർജി ഫീൽഡ്, ചാൻറ്റിങ്, പ്ലാൻ എ വെക്കേഷൻ, എനർജി വർക്ക്, മൂവ്മെന്റ്. ഓക്കെ, പ്ലാൻ എ വെക്കേഷൻ അത് നേരത്തെ പറഞ്ഞതാണ്, ബോട്ട് ചോദിക്കാൻ പറ്റിയ സമയം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളുടെ കൂടെ ഒന്ന് ട്രിപ്പൊക്കെ ഒന്ന് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അത് നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഒന്ന് ഒരു നല്ലൊരു നൊസ്റ്റാൾജിക് ഫീലിങ്സ് ഒക്കെ തരും, ഒരു ഉണർവ് തരും, ഒരു ആത്മനിർവൃതി തരും. ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂടെ തന്നെ പോകണം, അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ആളുകളുടെ കൂടെ പോയാൽ കഷ്ടപ്പെടേണ്ടി വരും. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അത് ചിലപ്പോൾ ഇപ്പോഴേ പ്ലാൻ ചെയ്യുക. ഓണത്തിനോ ദീപാവലിക്കോ അല്ല നിങ്ങൾക്ക് സൗകര്യമുള്ള ഏതെങ്കിലും സമയങ്ങളിലോ ഒന്ന് ഏതെങ്കിലും ഒരു വ്യക്തികളെ സന്ദർശിക്കാനായിരിക്കാം, ഏതെങ്കിലും ഒരു സ്ഥലം സന്ദർശിക്കാനായിരിക്കാം, രാജ്യം സന്ദർശിക്കാനായിരിക്കാം. അതിനുള്ള ഒരു കാര്യമൊക്കെ ഉണ്ട്. പക്ഷെ അത് നേരത്തെ പ്ലാൻ ചെയ്യണം. ഓക്കെ, നന്നായി പ്രാർത്ഥിക്കുക. ചില സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കും, ചില സമയത്ത് എന്തിനു പ്രാർത്ഥിക്കുന്നു, ഏതിനു പ്രാർത്ഥിക്കുന്നു എന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ചോദ്യം ചെയ്യും. പക്ഷെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ക്ലിയർ യുവർ എനർജി ഫീൽഡ്. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാനിഫെസ്റ്റേഷൻ ചെയ്യാതിരിക്കുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം മാനിഫെസ്റ്റേഷൻ ചെയ്യുക. കാരണം നിങ്ങൾക്ക് ചില ആളുകൾക്ക് ചില ടെൻഷൻ ഉണ്ട്. എൻ്റെ അടുത്തോട്ട്, അതായത് നിങ്ങളുടെ അടുത്തോട്ട് ഇന്ന കാര്യങ്ങൾ വരുമോ, ചീത്ത കാര്യങ്ങൾ വരുമോ, ചില അസുഖങ്ങൾ വരുമോ, ചില വ്യക്തികൾ വന്ന് ഉപദ്രവിക്കോ, ഇനിയും എനിക്ക് അങ്ങനെയുള്ള പരിപാടികൾ ഉണ്ടാവോ, ഇങ്ങനെയുള്ള പരിപാടികൾ ഉണ്ടാവോ എന്ന് നിങ്ങൾ സ്വന്തമായിട്ട് നെഗറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെപ്പോഴും അത് മാറ്റി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലോട്ട് ചിന്തിക്കുക. പിന്നെ ഈ നെഗറ്റീവായിട്ടുള്ള എന്താ പറയാ, നമുക്ക് ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മോട്ടിവേഷൻ തരുന്ന ഫ്രണ്ട്സും ഉണ്ട്, അല്ല നെഗറ്റീവ് എന്ത് കാര്യത്തിനും പറഞ്ഞ് ഡൗൺ ആക്കുന്ന ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ പോസിറ്റീവായിട്ട് തരുന്ന ആളുകളുടെ അടുത്ത് ചങ്ങാത്തം കൂടാൻ നോക്കുക. എനർജി വർക്ക് ആൻഡ് മൂവ്മെന്റ്. പല കാര്യങ്ങളിലും മൂവ്മെന്റ് ഇല്ലാത്തൊരവസ്ഥ കാണിക്കുന്നുണ്ട്, ഒരു കൺഫ്യൂഷൻ. എന്ത് ചെയ്യണം, അത് ചെയ്യണോ, ഇത് ചെയ്യണോ, ഞാൻ ഇങ്ങനെ നിൽക്കണോ, അങ്ങനെ നിൽക്കണോ, ഇങ്ങനെ നിൽക്കണോ, എന്താണ് ഒരു എത്തും പിടുത്തോ ഇല്ലാത്തൊരവസ്ഥയൊക്കെ ആളുകളുടെ ഒരു കാര്യം കാണിക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് നിങ്ങളൊന്ന് ആ കൺഫ്യൂഷൻ ഒന്ന് ഏതെങ്കിലും രീതിയിൽ ഒന്ന് മാറ്റാൻ നോക്കുക. മൂവ്മെന്റ് വരുത്തേണ്ട പരിപാടികളിൽ തീർച്ചയായിട്ടും മൂവ്മെന്റ് വരുത്തിയേ പറ്റൂ. ഓക്കെ, എനർജി വർക്ക്. മഴക്കാലമാണ്, പൊതുവെ മടി കൂടും, എനിക്കുൾപ്പെടെ. അപ്പൊ അത് നമ്മൾ താത്വികമായിട്ട് അവലോകനം ചെയ്ത് ആ മടിയൊക്കെ ഒന്ന് മാറ്റി നമ്മളൊന്ന് എനർജി ആയിട്ട്, അതായത് ഫിസിക്കലി നമ്മൾ ഒരു എക്സസൈസുകൾ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ശരീരത്തിന് ആയാസം കിട്ടുന്ന രീതിയിലുള്ള പരിപാടികളൊക്കെ ചെയ്യുക. മടി പിടിച്ച് അവിടെ ഇരിക്കാതെ ഇവിടെ ഇരിക്കാതെയൊക്കെ നമ്മൾ നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.